ഇത് നമ്മളെ ഒരു പേരക്കയാണ്. പേരക്കാന്നുണ്ടെങ്കിൽ തയ്യായത് നോക്കണ്ട. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ചെറിയൊരു മോഡലാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്മേ പേരക്കൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ പേരക്കയാണ്. അപ്പോൾ ലാസ്റ്റ് പേരക്കയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പേരക്ക, ലാസ്റ്റ് ഒരു പേരക്ക കൂടെ ഉള്ളൂ. അപ്പോൾ അത് പൊട്ടിക്കുകയാണ്. അപ്പോൾ പേരക്ക നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ താഴത്തുനിന്ന് തന്നെ പേരക്ക ഒരു കേടുമില്ലാതെ പേരക്ക പൊട്ടിക്കാം. ഇതിന് കാര്യമായിട്ട് വളമോ വേറെ ഒരു പരിപാടിയും. സാധാരണ ഒരു തൈ ഉണ്ടായിരുന്നു. ആ തൈ ചുറ്റുഭാഗം ഒന്ന് തടം കെട്ടി നനച്ചു കൊടുക്കുക. ചെറിയ തൈയാകുമ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിമോ പ്രാവശ്യം ഒരു 4 പേരൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ 3 എണ്ണം പൊട്ടിച്ചു, ഒരു കേടുമില്ലാതെ കംപ്ലീറ്റ് പൊട്ടിച്ചു. ഇനിയിപ്പോൾ ലാസ്റ്റുള്ള ഒരു പേരക്കും കൂടിയാണുള്ളത്. അത്യാവശ്യം പഴുത്തുകൊണ്ട് പേരക്ക, അത്യാവശ്യം വലിപ്പമുള്ള പേരക്കയാണ്. അപ്പോൾ ഇത് പൊട്ടിക്കുകയാണ്. ഇത് ലാസ്റ്റ് പേരക്ക കേട്ടോ. നല്ല അടിപൊളി പേരക്കയാണ്. ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ലെവലിൽ ഇത് ഹൈറ്റിൽ പോയാൽ നമുക്ക് പേരക്ക കിട്ടില്ല, കിളികളൊക്കെ കൊത്തും. അപ്പോൾ ഇതാകുമ്പോൾ ആർക്കും വേണമെങ്കിലും പൊട്ടിക്കും ചെയ്യാം. നല്ലൊരു പേരക്ക. അപ്പോൾ പൊട്ടിക്കട്ടെ കേസ്. ഓക്കെ, അപ്പോൾ കേസ് ഒരു കുഴപ്പമില്ലാത്ത പേരക്കട്ട, നല്ല അടിപൊളി പേരക്കയാണ്. അപ്പോൾ നമുക്ക് 4 പേരക്ക ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 4 പേരക്കയും നമ്മളിപ്പോൾ പൊട്ടിക്കൽ കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പ്രാവശ്യം തോന ഉണ്ടാവട്ടെ. ഓക്കെ, ഹായ്. ചെറിയ കുട്ടികൾക്കടക്കം പൊട്ടിക്കാൻ പറ്റുന്ന ഒരു വിധത്തിലാണ് ഇപ്പോൾ ഈ പേരമരം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കേസ് ഇതുപോലെ വല്ല പേരക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തു. അപ്പോൾ ഈ പേരക്ക തൈയിൽ തന്നെ കൊമ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഡ്രസ് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഹൈറ്റിൽ നിൽക്കുന്നത് കേട്ടോ. പേരക്ക കിട്ടാൻ വലിയ പ്രയാസമാണ്. പിന്നെ കിളികളൊക്കെ കൊത്തും ചെയ്യും. ഇതാകുമ്പോൾ ഏത് ചെറിയ കുട്ടികൾക്കടക്കം നമുക്കത് പറിച്ചെടുക്കാം. അത്ര ഹൈറ്റിൽ അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നിർത്തുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിർത്തിയോണ്ട് നമുക്ക് താഴെ തന്നെ പേരക്കകൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ആദ്യമായിട്ടുണ്ടായിരുന്ന പേരക്കയാണ്. ആകെ ഇപ്പോൾ ഇപ്രാവശ്യം 4 പേരക്ക ഉണ്ടായിരുന്നുള്ളൂ. ആ 4 പേരക്കയും പഴുത്ത് ഒരു കുഴപ്പമില്ലാതെ ആ 4 പേരക്കയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വല്ല പേരക്കന്മാരെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ.